വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷം മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വീഡിയോയിലൂടെ പോകുന്നതിന് മുമ്പ് കൂടുതൽ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും പല മേഖലയിലുള്ള സംശയങ്ങൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാനുള്ളത്, കഴിഞ്ഞ 3 ദിവസം മുമ്പ് വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വിളിച്ചു ചേർത്ത പ്രധാനപ്പെട്ട യോഗത്തിൽ തീരുമാനമായിട്ടുള്ള എഡ്യൂക്കേഷൻ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡിഗ്രി എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട്. നിലവിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്ന 3 വർഷത്തെ ഡിഗ്രി എന്നുള്ളത് മാറ്റിയിട്ട് 4 വർഷത്തെ ഡിഗ്രി കോഴ്സായി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. കാരണം കഴിഞ്ഞ 6 മാസം മുമ്പ് വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഒരു പരിഷ്കാരം വന്നിട്ടുണ്ടെങ്കിലും ഈ അക്കാഡമിക് ഇയറിൽ തന്നെ, അതായത് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ചർച്ച ചെയ്ത കാര്യം 2024-25 ഈ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ 3 വർഷത്തെ ഡിഗ്രിക്ക് പകരം 4 വർഷത്തെ ഡിഗ്രി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഈ അക്കാഡമിക് ഇയറിൽ തന്നെ, അതായത് ഓരോ വർഷവും, അതായത് ജൂൺ ജൂലൈ മാസത്തിലാണ് പുതിയ അക്കാഡമിക് ഇയർ ഡിഗ്രി മേഖലയിൽ വിളിക്കാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും, ഏകദേശം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള 9ഓളം യൂണിവേഴ്സിറ്റികളിലും ഈ പറയുന്ന മാറ്റങ്ങൾ ഉടൻ തന്നെ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ തുടങ്ങുമെന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ, 3 വർഷത്തെ നോർമലായിട്ട് ഡിഗ്രിയുടെ കൂടെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലായി കൂടി, അതായത് സാധാരണ രീതിയിലുള്ള 3 വർഷത്തെ കേവലം പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ 4 വർഷത്തെ ഡിഗ്രി കഴിയുമ്പോൾ ഒരു തൊഴിലധിഷ്ഠിത ഒരു കോഴ്സ് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം എക്സ്ട്രാ ആയിട്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ, കേവലം 4 വർഷത്തെ ഡിഗ്രി കൊണ്ട് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുമ്പോൾ സ്വന്തമായിട്ട് പല മേഖലയിൽ ജോലി കൂടി ലഭിക്കുന്ന തരത്തിലായിരിക്കും കേരളത്തിലെ എല്ലാ വിഷയങ്ങളും, അതായത് ആർട്സ് ആൻഡ് സയൻസ് വിഭാഗങ്ങളിലും മുഴുവൻ കോഴ്സുകളിലും വരാൻ പോകുന്ന മാറ്റം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വരുമ്പോൾ വിദ്യാർത്ഥികളെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാനലുകളെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഡിഗ്രിയുടെ റിസൾട്ട്. അതായത് പല വിദ്യാർത്ഥികൾക്കും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഡിഗ്രിയുടെ റിസൾട്ട് വരാൻ വൈകുന്നത് കൊണ്ട് തന്നെ അടുത്ത കോഴ്സ്, അത് BEd ആണ് അല്ലെങ്കിൽ PG ആണ് തുടങ്ങിയ പ്രധാനപ്പെട്ട മറ്റു കോഴ്സുകളിലോട്ട് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വൈകുന്നതിന്റെ ഭാഗമായിട്ട് പല കോഴ്സുകളും പഠിച്ചിറങ്ങുവാൻ സാധിക്കാതെ, അതായത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത അക്കാഡമിക്കിൽ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുവാൻ സാധിക്കാതെ ഒരു വർഷം നഷ്ടമാകുന്ന ഒരു അവസരമാണ് പല യൂണിവേഴ്സിറ്റിയിലും നടക്കുന്നത്. അത് കേരളത്തിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് ആയാലും കേരള ആയാലും MG ആയാലും കണ്ണൂർ ആയാലും ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലും പല കോഴ്സുകളിലും റിസൾട്ട് ഒരുപാട് വൈകിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് മറ്റു അക്കാഡമിക് മേഖലയിൽ പോകാൻ പ്രയാസമുണ്ട്. അത് പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസ മേഖല യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും മാറ്റുന്ന ഒരു പുതിയൊരു രീതിയാണ് വരാൻ പോകുന്നത്. അതായത് ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് എക്സാമിന്റെ റിസൾട്ട്, അതായത് മാർച്ച് മാസം എക്സാം കഴിഞ്ഞാൽ മാർച്ച് മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളെ വാല്യുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ യൂണിവേഴ്സിറ്റിയിലും കൊണ്ടുവരാൻ പോകുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് റിസൾട്ട് വന്ന് വീണ്ടും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട മാറ്റമാണ്. ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കാരണം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് റിസൾട്ട് വൈകുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട്. ജോലി സംബന്ധമായിട്ടാണെങ്കിൽ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് പുറത്തു പോവുകയാണ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് അല്ലെങ്കിൽ റിസൾട്ട് വരാത്ത സാഹചര്യം, ഇത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പ്രയാസം പൂർണ്ണമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലത്തെ വിദ്യാഭ്യാസ ഉന്നത വകുപ്പിന്റെ കീഴിലുള്ള ഈ ഒരു തീരുമാനം. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതൽ ഡിഗ്രി ഫൈനൽ ഇയർ എഴുതുന്ന വിദ്യാർത്ഥികളായാലും PG ഏത് യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതുന്നവരാണെങ്കിലും റിസൾട്ട് പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ വരികയും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്.
ഇനി കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബി എഡുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് ആയിരുന്നു. അത് നേരത്തെ നാഷണൽ ടീച്ചർ കൗൺസിൽ, അതായത് പുതിയ എഡ്യൂക്കേഷൻ നയപ്രകാരം, അതായത് വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് 2030 ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു ഇന്റഗ്രേറ്റഡ് ബി എഡ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കഴിഞ്ഞ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥി സംശയമാണ്. അതായത് 4 വർഷത്തെ ബി എഡ് ഇന്റഗ്രേറ്റഡ് വരുമ്പോൾ നിലവിൽ +2 ആണ് യോഗ്യത. അപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് ആയിട്ട് 4 വർഷത്തെ ബി എഡ് ജോയിൻ ചെയ്യുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിലുള്ള വിദ്യാർത്ഥികൾ, അതായത് ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന, അല്ലെങ്കിൽ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്ന, അല്ലെങ്കിൽ PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന, സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ബി എഡ് ചെയ്യാൻ സാധിക്കും? കാരണം മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ് വരുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും, അതായത് എല്ലാ സ്റ്റേറ്റിലും 2030 നിർബന്ധമാക്കുകയും, എന്നാൽ ചില സ്റ്റേറ്റുകളിൽ ഓൾറെഡി ഈ ഒരു മാറ്റം ആരംഭിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് കേരളവും ഫാസ്റ്റ് ആക്കുകയാണ്. കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരമാവധി നേരത്തെ തന്നെ ഈ ഒരു സംവിധാനം കൊണ്ടുവരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അക്കാഡമിക്കിൽ ഒരുപക്ഷെ ഇന്റഗ്രേറ്റഡ് ബി എഡ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ തൊട്ടടുത്ത അക്കാഡമിക് ഇയർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നത മേഖലയിലെ എല്ലാ മീറ്റിംഗും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ്, അതായത് ഇപ്പോൾ ഡിഗ്രി PG പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബി എഡ് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, തീർച്ചയായിട്ടും നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ നോർമൽ ബി എഡ് പഠിക്കുവാനുള്ള ഒരു സംവിധാനം നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ ഒത്തിരി പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കേരള സംസ്ഥാനം ഉടൻ തന്നെ ഈ ഒരു കോഴ്സ് ആരംഭിക്കാത്തത്, 4 വർഷത്തെ ബി എഡ് ആരംഭിക്കാത്തത്. അപ്പോൾ അത്തരത്തിൽ ഡിഗ്രി ആയാലും PG ആയാലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് 2 വർഷത്തെ ബി എഡ് തന്നെയായിരിക്കും അവർക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഇനി നിലവിലത്തെ നിലവിൽ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സും, ഇനി മറ്റു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറയുന്ന 2 വർഷത്തെ ബി എഡ് കുറച്ച് വർഷങ്ങൾ കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സംവിധാനം എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ യാതൊരു പ്രയാസവും വിദ്യാർത്ഥികൾക്ക് വേണ്ട ആവശ്യമില്ലാതെ ഉറപ്പെടുത്തുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് വിദ്യാർത്ഥികൾക്ക് DLED കോഴ്സിന്റെ സാധ്യത. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ DLED, അതായത് TTC, ഡിപ്ലോമ എലിമെന്ററി എഡ്യൂക്കേഷൻ, അതായത് +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. +2 കഴിഞ്ഞ് വിദ്യാർത്ഥികൾ 2 വർഷത്തെ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജിൽ ബി എഡ് പോലെ തന്നെ 2 വർഷത്തെ DLED കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിലവിൽ LP യിലും UP യിലും, അതായത് ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, അതായത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയായിട്ട് കാണുന്ന കോഴ്സാണ് DLED കോഴ്സ്. മാത്രമല്ല 1 മുതൽ 4 വരെ LP തലങ്ങളിൽ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കോഴ്സ് DLED ആണ്. മറ്റു കോഴ്സുകളൊന്നും LP തലങ്ങളിൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ പരിഗണിക്കുന്നില്ല, DLED മാത്രമാണ്. അപ്പോൾ ഈ ബി എഡ് 4 വർഷത്തെ കോഴ്സ് +2 ശേഷം വരുമ്പോൾ DLEDന്റെ സാധ്യത ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, +2 ശേഷം ബി എഡ് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് വരുമ്പോൾ ടീച്ചിങ് മേഖലയുള്ള എല്ലാ തലങ്ങളിലും LP ടു ഹയർ സെക്കൻഡറി, കോളേജ് വരെ, അതായത് കോളേജ് മീൻസ് നമ്മൾ നേരത്തെ PG + ബി എഡ് + സെറ്റ് ഉണ്ടെങ്കിൽ കോളേജിൽ നെറ്റിന് പകരം യോഗ്യത വരുന്ന ഒരു പുതിയൊരു UGC നിയമം കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ PG + സെറ്റ് ഉണ്ടെങ്കിൽ നെറ്റിന് പകരം സെറ്റ് എന്നുള്ളത് കോളേജ് വരെയുള്ള ഒരു യോഗ്യതയായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഹയർ സെക്കൻഡറി വരെ ബി എഡ് നിർബന്ധമാണ്. അപ്പോൾ ഈ ബി എഡ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന LP മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് 4 വർഷത്തെ +2 ശേഷമുള്ള ബി എഡ് എന്നുള്ള ഒരു സംവിധാനം വരുമ്പോൾ, അപ്പൊ എന്തായാലും ഈ അക്കാഡമിക് ഇയറിൽ വരാൻ എല്ലാ പരിശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ അക്കാഡമിക്കിൽ വരാൻ സാധ്യത ഒരു 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഉടൻ തന്നെ ഈ ഒരു കോഴ്സ് വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് വരുമ്പോൾ DLEDന്റെ പ്രാധാന്യം കുറയുകയും DLEDന് പകരം എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന ബി എഡ് ഇന്റഗ്രേറ്റഡ് എടുത്തുകൊണ്ട് മുഴുവൻ മേഖലയിലും ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പരിഗണിക്കുവാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈനലായിട്ടുള്ള അപ്ഡേറ്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പരമാവധി നിലവിൽ DLED കോഴ്സ് കഴിയുന്ന വിദ്യാർത്ഥികളും, അതേപോലെ ഒരുപക്ഷെ ഈ അക്കാഡമിക് ഇയറിലും വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ തന്നെ DLED കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ ഈ ഒരു കോഴ്സ് കൂടി നിങ്ങൾക്ക് നിശ്ചിത കാലയളവിൽ മാത്രം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ബി എഡ് തന്നെ ആയിരിക്കും. ഇനി അതോടൊപ്പം നിലവിൽ DLED കോഴ്സ് പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പിന്നീട് അങ്ങോട്ട് മാറുന്ന സാഹചര്യം സാധാരണ ഉണ്ടാവാറില്ല. കാരണം ഒരു ഇയർ വെച്ചിട്ട് ഇപ്പോൾ 2025 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 2025 അതിനും പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളിൽ നിർബന്ധമായിട്ടും ഈ ഒരു ബി എഡ് കോഴ്സ് നിർബന്ധമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ എഡ്യൂക്കേഷൻ്റെ മാറ്റപ്രകാരം കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഫൈനലായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ DLED ആയാലും BEd ആയാലും ഡിഗ്രി ആയാലും PG ആയാലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ രീതിയിൽ പഠിക്കുക. അപ്പോൾ 2024 ഈ ഒരു അക്കാഡമിക് ഇയറിലെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ ഉടൻ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാ യൂണിവേഴ്സിറ്റിയും കേരളത്തിലെ പ്രധാനപ്പെട്ട നോർമൽ ആയിട്ടുള്ള 4 യൂണിവേഴ്സിറ്റികളും കൂടാതെ ബാക്കിയുള്ള എല്ലാ 5 യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.